കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു രാജിവാർത്ത മുനമ്പിലേക്ക് എത്തുകയാണ്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുരുക്ക് മുറുകിയതോടെ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു ഇന്ന് രാജിവെച്ചേക്കും എന്ന സൂചന വരികയാണ്. കോടതിയിൽ നിന്നും തിരിച്ചടികൾ നേരിട്ട പശ്ചാത്തലത്തിൽ പാർട്ടിയും ഇടതുമുന്നണിയും എടുത്ത തീരുമാനമാണ് ഇത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. ആന്റണി രാജുവിന്റെ രാജിയോടെ പിണറായി സർക്കാർ നിയമസഭയിലേക്ക് കടക്കും മുൻപുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായി ഇത് മാറുക തന്നെ ചെയ്യും. തുടക്കം മുതൽ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത കോൺഗ്രസിന്റെയും UDF-ന്റെയും രാഷ്ട്രീയ വിജയമാണ് ആന്റണി രാജുവിന്റെ ഈ പടിയിറക്കം. തൊണ്ടി മുതൽ മോഷ്ടിച്ച ഒരാൾ നിയമസഭയിൽ ഇരിക്കുന്നത് സഭയ്ക്ക് അപമാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും സംരക്ഷിച്ചു നിർത്തിയ സർക്കാരിന് ഒടുവിൽ കോടതിക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന കാഴ്ചയാണ് കാണാനായത്. പിണറായി സർക്കാരിന്റെ ധാർമ്മികത വെറും വാചക കസർത്ത് മാത്രമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു മന്ത്രി സഭാംഗമായിരിക്കെ തന്നെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് രംഗത്തിറങ്ങിയത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. ഈ രാജി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ LDF-ന് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. സത്യം ജയിക്കുമെന്നും നീതിപീഠനത്തിന് മുന്നിൽ ആർക്കും രക്ഷപ്പെടാനാകില്ല എന്നും ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. ആന്റണി രാജുവിന്റെ രാജി വെറുമൊരു MLA-യുടെ രാജി മാത്രമല്ല, അത് പിണറായി സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെ സാക്ഷ്യപത്രമാണ്. ആന്റണി രാജുവിന് പകരം ആര് എന്ന ചോദ്യം ഇപ്പോൾ LDF-ന് വലച്ചു വരികയാണ്. മുന്നണിയിലെ ചെറുകക്ഷികൾക്കിടയിൽ പകരക്കാരനെ കണ്ടെത്താനുള്ള ഓട്ടം തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട സർക്കാരിനെ രക്ഷിക്കാൻ ആരെ കൊണ്ടുവന്നാലും ജനങ്ങൾ ഇത് അംഗീകരിക്കില്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരുവാൻ ആന്റണി രാജുവിന് അർഹതയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ച് പറയുന്നത്. ലഹരിക്കടത്ത് പ്രതിയെ സഹായിക്കാൻ തൊണ്ടി മുതൽ മോഷ്ടിച്ചു എന്ന ഗൗരവപരമായിട്ട് കുറ്റാരോപണം നേരിടുന്ന ഒരാള് നിയമസഭയിൽ ഇരിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് UDF ആരോപിച്ചിരുന്നു. സർക്കാരിന്റെ പ്രതിച്ഛായയെ കേസ് ദോഷകരമായി ബാധിക്കുമെന്ന് CPM വിലയിരുത്തുന്നു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയും നിയമസഭാ സമ്മേളനത്തെയും പ്രതിപക്ഷം നേരിടാൻ ഈ വിഷയം ആയുധമാക്കുമെന്ന് ഉറപ്പായതോടെയാണ് രാജി ആവശ്യപ്പെട്ടത് എന്നാണ് വിവരം. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ആന്റണി രാജു തന്റെ രാജി കത്ത് സ്പീക്കർക്ക് കൈമാറിയേക്കും. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു MLA തൊണ്ടി മുതൽ മോഷ്ടിച്ചു എന്ന കേസിൽ വിചാരണ നേരിടേണ്ടി വരുന്നതും രാജിവെക്കുന്നതും ഇതാദ്യമായിട്ടാണ്. 1990-ൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ലഹരിമരുന്ന് ഒളിപ്പിച്ചു കടത്തിയ കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ സ്വദേശിയെ രക്ഷിക്കാൻ കോടതിയിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ തിരിമറി നടത്തി എന്നതാണ് കേസ്. അന്ന് ജൂനിയർ വക്കീലായിരുന്ന ആന്റണി രാജു കോടതി ജീവനക്കാരന്റെ സഹായത്തോടെ തൊണ്ടി മുതലിൽ മാറ്റം വരുത്തി പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നാണ് ആരോപണം. 30 വർഷം പഴക്കമുള്ള തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും MLA-യുമായ ആന്റണി രാജു രാജിക്കൊരുങ്ങുകയാണ്. സുപ്രീം കോടതിയുടെ കടുത്ത നിലപാടും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവുമാണ് രാജിയിലേക്ക് നയിക്കാനുള്ള പ്രധാന ഘടകം. കേരള രാഷ്ട്രീയത്തിലെ ഈ നിർണായക നീക്കത്തിന്റെ പൂർണ്ണരൂപം തന്നെയാണ് ഇത്.